ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഹൈറിച്ചോളിയുടെ തലച്ചോറുമായിട്ടാണ്. ഒരു ഹൈറിച്ചോളി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. എൻ്റെ തലച്ചോറ് ഇപ്പോൾ ഹൈറിച്ചോളികൾക്ക് തലച്ചോറില്ല, അത് വേറെ കാര്യം. എന്നാലും അവരുടെ തലച്ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ഇവർക്ക് അനുകൂലമായിട്ടാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈറിച്ചോളിയായ ഞാൻ പറയുന്നു, അതെ, ഇവർക്ക് അനുകൂലം തന്നെയാണ്. അപ്പോൾ രണ്ടാമത് ഒരു തവണ ഫ്രീസ് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഒരു തവണ, രണ്ടാമത്തെ തവണ ഫ്രീസ് ചെയ്യാനുള്ള അധികാരമില്ല. കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഒരേ ഒരു തടവ സ്വർണ്ണ 100 തടവ സ്വർണ്ണ മാതിരി. അപ്പോൾ 2 തടവ സ്വർണ്ണം പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. 2 തടവ സ്വർണ്ണ നിയമത്തിൽ പറയുന്നില്ല. അപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അവരൊക്കെ പറയുന്നത് ഫ്രഷ് പ്രൊസീഡിങ്സ് അനുവദിക്കുന്നെങ്കിൽ ചെയ്യാം എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ തവണ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇവരുടെ സാധനങ്ങൾ അറ്റാച്ച് ചെയ്യും. സാധനങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഇനി എല്ലാം തുറന്നു തരും. പൂളിംഗം സിറ എന്ന് വരും. അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിയാണ്. ഇഡി കൊണ്ടുപോയത് അത് നോക്കണ്ട. അത് കുറേ കാലങ്ങൾ ഇവർ വിചാരിക്കുന്ന പോലെ നമ്മുടെ ട്രിബ്യൂണലിലൊന്നല്ല ഇതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ട്രിബ്യൂണലിലും ഈ കുറ്റപത്രം സമർപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ ഇവരെ ട്രിബ്യൂണല് പിന്നെ ഇവരുടെ സ്വത്തൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരിക്കലും അത് കൊടുക്കൂല. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും പാപമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവർ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്കിലിടുന്നതിനെക്കാട്ടിയും വലിയ ലാഭമാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 കാര്യമാണ് നമ്മുടെ ആക്റ്റിൽ പറയുന്നത്. ഒന്ന്, ആ നിക്ഷേപങ്ങൾ പിടിച്ചെടുത്തിട്ട് നിക്ഷേപം സ്വീകരിച്ചവർക്ക് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ നിക്ഷേപം പിന്നെ ഒരു സാധനമുണ്ട്, സെക്ഷൻ 21 എന്ന് പറയും, പണിഷ്മെന്റ് ഫോർ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 3ലാണ് ഇങ്ങനെ മണി ചെയിൻ ഓപ്പറേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമിന് വിരുദ്ധമായിട്ട് യാതൊരുവിധ കാര്യങ്ങളും അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ഓപ്പറേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് സെക്ഷൻ 3 ആണ്. അപ്പോൾ സെക്ഷൻ 3ക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന സെക്ഷനാണ് സെക്ഷൻ 21. നിങ്ങളിപ്പോഴും സെക്ഷൻ 7ൽ കിടക്കുകയാണ്. സെക്ഷനിൽ 7ൽ പറയുന്നത് ഈ അറ്റാച്ച് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ്. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആദ്യത്തെ നടപടിയാണ്. പിന്നെ ഇത് അന്വേഷണം വരാൻ പോവുകയാണല്ലോ. അന്വേഷണം അത് CBI ആണെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അത് പറഞ്ഞു അല്ല ക്രൈംബ്രാഞ്ചാണ്, ED അന്വേഷിക്കുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ED മാത്രമാണോ അന്വേഷിക്കുന്നത്? ED അത് വേറെയാണ്, കള്ളപ്പണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് സ്വീകരിച്ചോ ഇല്ലയോ എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവരും ഇപ്പോൾ 100 രൂപ അല്ല 10,000 വിട്ടവരും പറയും, ഞാൻ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട് സാറേ, എനിക്ക് ഇത്ര പൈസ കിട്ടാനുണ്ട് സാറേ എന്ന് പറയും. അതെന്തായാലും പറയും. അപ്പോൾ അത് വലിയൊരു തെളിവാണ്, തെളിവ് കൊടുക്കലാണ്, സാക്ഷി പറയലാണ്, ഇവർക്കെതിരെ സാക്ഷി പറയലാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്തവർക്ക്, ഓപ്പറേറ്റ് ചെയ്തവർ എല്ലാവരും തന്നെ കെണിയും. ഇന്നലെ അയ്യൂബ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യൂബ് ഖാൻ ഇവരുടെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ്. ഓപ്പറേറ്റ് ചെയ്തവരും മാത്രമല്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്തവരും, അത് PCMs ആക്ട് ആയിക്കോട്ടെ, ബഡ്സ് ആക്ട് ആയിക്കോട്ടെ, എല്ലാവരും ഇതിൽ ഭാഗമായ എല്ലാവരും തന്നെ ഇതിൽ തെറ്റുകാരാണ്. അപ്പോൾ ഇങ്ങനെ നടത്തിയവർക്ക് 10 ലക്ഷം രൂപ ഫൈനും 10 ലക്ഷം രൂപ വരെ ഫൈനും 10 വർഷം തടവുമാണ് ശിക്ഷ എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഇതാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ
നിങ്ങൾ എന്ത് തന്നെ ഗിമിക്ക് കാണിച്ചിട്ടും കാര്യമില്ല, ഇതൊക്കെ നിങ്ങളെ തേടി വന്നേ മതിയാവും എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു ഹൈക്കോടതിയുടെ വിധി നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നിങ്ങൾ ഇങ്ങനെ സന്തോഷിച്ചതിൻ്റെയൊക്കെ പരിണത ഫലം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 10 മാസം നിങ്ങൾ പലതും പറഞ്ഞ് വെടിയും പൊട്ടിച്ച് പായസവും വെച്ച് മറ്റുള്ളവരെ ചീത്തയും വിളിച്ച് തെറിയും വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് ഇതും എന്ന് പറയുന്നത്. സെക്ഷൻ 7(3) പ്രകാരം ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ ആയി നിയമിക്കപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിന് ഇവർ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അതെങ്ങനെയാണ് നടത്തിയതെന്ന് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ബോധ്യമായതെങ്കിൽ ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ 1 അല്ല 2 അല്ല എത്ര തവണ വേണമെങ്കിലും നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഒരു കോടതിയും ഈ കമ്പനിക്കെതിരെ നടപടിയെടുത്തത് തെറ്റാണ്, ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റി എടുത്ത നടപടി തെറ്റാണ് എന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഒരു കോടതി നിങ്ങളെടുത്ത നടപടി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ആദ്യം ഇത്തരം നടപടി എടുക്കരുത് എന്ന് പറയാൻ പറ്റും. പക്ഷെങ്കിൽ അദ്ദേഹം എടുത്ത നടപടി തെറ്റാണ് എന്ന് ഈ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് നടത്തിയ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക എൻ്റെ ഹൈ റിച്ച് ഓളികളെ. അതുകൊണ്ട് തന്നെ അതിൽ വന്ന 11 ദിവസത്തെ കാലതാമസം കൊണ്ട് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പുറത്ത് ഈ ഒരു വിധി നിങ്ങൾക്ക് രണ്ടാമത് ഫ്രീസ് ചെയ്യാൻ ഈ വിധി ഞാൻ ഇന്ന് പുറപ്പെടുവിക്കുന്ന വിധി തടസ്സമല്ല എന്ന് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് അന്ന് തന്നെ പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇവരുടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളുകയാണ്. ഒരു വാദം പോലും കേൾക്കാതെ മറച്ചു നോക്കി, ഇവരുടെ SLP അപ്ലിക്കേഷൻ മറച്ചു നോക്കി, ഇത് ഇവിടെ വരുന്നതല്ലല്ലോ, ഇതങ്ങ് തൃശ്ശൂരിൽ വാദിക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളുകയാണ് ചെയ്തത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അന്വേഷണം നടത്തി, കുറ്റക്കാരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്വേഷണം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ പിന്നെ എന്ന് വെച്ച നടപടികളൊക്കെ വളരെ സ്പീഡായിട്ട് നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും തന്നെ നിങ്ങൾക്കെതിരെയുള്ള അടുത്ത നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകും. അളിഞ്ഞ ഷാജി പറഞ്ഞതുപോലെ പഴുത്തിരിക്കുമ്പോൾ അടിക്കുക, ഇങ്ങനെ വല്ലാണ്ടങ്ങ് കളിക്കുമ്പോൾ അങ്ങ് അടിച്ചൊതുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവരെത്ര മാത്രമേ കളിക്കുന്നു എന്തെങ്കിലും പ്രശ്നമാക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ കേസിനല്ല ഒരുപാട് കേസിനെ ബാധിക്കുന്ന തരത്തിലുള്ള വളച്ചൊടിക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യുവമാരെ ഇത്രയും ആൾക്കാരെ ഇത്രയും വലിയ സ്കാം നടത്തി കേരളത്തിൽ തന്നെ അപമാനമായ ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് എല്ലാവർക്കും തന്നെ ദോഷം ചെയ്യും. അതുകൊണ്ട് അറസ്റ്റുകളും മറ്റ് നടപടികളും ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. എല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും തന്നെ ഒരുങ്ങി നിൽക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.